ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക് ടു എജുപോഡ്. നമ്മളിന്ന് നാളത്തെ നിങ്ങളുടെ ക്രിസ്മസ് എക്സാം പരീക്ഷ പേപ്പറിൽ കാണാൻ സാധ്യതയുള്ള ബയോളജിയിൽ നിന്നും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഒരു കാര്യം പ്രത്യേക ഓർമ്മപ്പെടുത്താണ്, പ്രഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് മാത്രമേ ചോദ്യം വരൂ, അങ്ങനത്തെ വീരവാദങ്ങളൊന്നും നമ്മളെ കയ്യിലില്ല. പക്ഷേ ഫോക്കസ് ഏരിയ നമ്മൾ സംസാരിക്കുന്നത് ചോദ്യം വരികയാണെങ്കിൽ മാക്സിമം ഈ ഭാഗത്ത് തന്നെ ആയിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. റെഡി അല്ലേടാ? ഒട്ടും സമയം കളയണ്ട. ആദ്യം നമ്മുടെ അഞ്ചാമത്തെ പാഠമാണ്. അഞ്ചാമത്തെ പാഠത്ത് മക്കൾ നമുക്ക് വളരെ കുറച്ച് ഈ എക്സാമിനുള്ളൂ, ക്രിസ്മസ് എക്സാമിനുള്ളൂ. പ്രതീക്ഷിക്കുന്ന തുടക്ക ഭാഗം അഡോളസൻസിൻ്റെ കൗമാര കാലഘട്ടത്തിൽ വരുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ചെക്കന്മാർ ശരീരത്തിലും ചെക്കത്തിമാർ ശരീരത്തിലും എന്തൊക്കെ മാറ്റമാണ് വരുന്നത്, ആ ഭാഗം ചിലപ്പോൾ മാറ്റങ്ങൾ എന്തൊക്കെയും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് ഫെർട്ടിലൈസേഷൻ, ബീജ സംയോഗത്തിൻ്റെ ഭാഗത്തു നിന്ന്, അല്ലേ, അണ്ടവും പുംബീജം കൂടി ചേർന്ന് എന്താകുന്നു, അത് പിന്നീട് എന്താകുന്നു എന്നുള്ള ഭാഗത്തു നിന്ന് ഫെർട്ടിലൈസേഷൻ്റെ ഭാഗത്തു നിന്ന് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം ഓർമ്മപ്പെടുത്തിട്ട്, കഴിഞ്ഞ വർഷം നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഈ പാഠഭാഗത്തും ചോദ്യങ്ങളേ വന്നിട്ടില്ല. റെഡി അല്ലേടാ? അപ്പോൾ ലീസ്റ്റ് പ്രയോറിറ്റിയിൽ മാത്രം 5ാം പാഠം പഠിച്ചാൽ മതി. ഏറ്റവും പ്രയോറിറ്റിയിൽ 3ാമത്തെയും 4ാമത്തെയും പാഠമാണ് പഠിക്കേണ്ടത്. സോ നേരെ 4ാം പാഠത്തിലോട്ട് പോകാം. 4ാമത്തെ പാഠം ഏതാടാ? മൂവ്മെൻറ്റിൻ്റെ പാഠമാണ്. നമ്മുടെ ചലനത്തിന് ബിഹൈൻഡ് ദി മൂവ്മെൻറ്റ്, ചലനത്തിന് പിന്നിൽ നിന്നുള്ള പാഠഭാഗമാണ്. ഏറ്റവും ആദ്യമായി നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ്? മൂവ്മെൻറ്റ് ഇൻ അതർ ഓർഗാനിസം, ബാക്ടീരിയ, അതുപോലെ തന്നെ യുഗ്ലീന, തിമിംഗലങ്ങൾ, തവളകൾ, ഇത് പറയപ്പെട്ട നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്ത കുറച്ച് ജീവികളുണ്ട്. ആ ജീവികളൊക്കെ എന്ത് ചെയ്യണം? അവരേത് രീതിയാണ് ചലിക്കുന്നത്, അവരുടെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കണം. സാധാരണ ഒരു 1 വേർഡിനോ അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് 2 വേർഡിനൊക്കെ സാധാരണ എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കാറുണ്ടോ മക്കളെ? ഉഷാറായിട്ട് പഠിക്കുക കേട്ടോ. റെഡി. അടുത്ത എന്താണ്? മസിൽസിൻ്റെ ഭാഗം. ഈ മസിൽസിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ ടോട്ടൽ 3 മസിൽസായിട്ട് പഠിക്കാനുണ്ട്. കൈകളിലെ മസിൽസ് വരുന്നുണ്ട്, അതുപോലെ മസിൽ ടിഷ്യൂ, ആക്റ്റിനും മയോസിനും വരുന്ന പ്രോട്ടീൻ ഫിലമെൻറ്റിൻ്റെ ഭാഗവും എൻ്റെ മക്കൾ ആ ഭാഗത്ത് കവർ ചെയ്തിട്ട് പോകണം. ഓക്കെ. അടുത്ത എന്താ? സ്കെലിറ്റൻസിനെ പറ്റുക. സ്കെലിറ്റൽ സിസ്റ്റം, അല്ലെ, അസ്ഥി വ്യവസ്ഥ, അപ്പൻഡിക്കുലർ സ്കെലിറ്റൻ, ആക്ഷ്യൽ സ്കെലിറ്റൻ, അനുബന്ധ അസ്ഥികൂടം, അക്ഷാസ്ഥികൂടം, അല്ലെ, മൊത്തത്തിൽ സ്കെലിറ്റനെ പറ്റിയ ഒരു ധാരണ ഉണ്ടായിരിക്കണം. അടുത്തതായിട്ട് ജോയിൻറ്റുകൾ, മനുഷ്യനുള്ള മൊത്തം ആ 4 ജോയിൻറ്റുകളും, അതുപോലെ തന്നെ ജോയിൻറ്റ് കാണിക്കുന്ന ഭാഗത്തൊരു ചിത്രം ഉണ്ടാവും, ലിഗമെൻറ്റ്, ക്യാപ്സ്യൂള്, കാർട്ടിലേജ് എന്ന് പറയുന്ന ആ ചിത്രം കണ്ണുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. സാധാരണ എല്ലാ പരീക്ഷയ്ക്കും അടയാളപ്പെടുന്ന ചോദിക്കുന്ന ചിത്രമാണ് ആ മുട്ടിൻ്റെ ചിത്രം. ഓക്കെ. അടുത്ത എന്താണ്? പ്ലാൻ മൂവ്മെൻറ്റ്, സസ്യചലനം. സാധാരണ ചോദിക്കലുണ്ട് കേട്ടോ. സസ്യചലനം എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് സാധാരണ പരീക്ഷയ്ക്ക് 2 or 3 മാർക്കിന് ചോദ്യം വരാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും എൻ്റെ മക്കളൊന്ന് നോക്കിയിട്ട് പോവാം. റെഡി അല്ലേ? 4ാം പാഠം കഴിഞ്ഞാൽ അടുത്ത പ്രധാനപ്പെട്ട വെയിറ്റേജ് കൂടിയ പാഠമാണ് നമ്മുടെ 3ാമത്തെ പാഠം, റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ, ശ്വസനവും വിസർജനവും. ആദ്യം മക്കളെ വാതക വിനിമയമാണ്, അൽവിയോളാർ വാതക വിനിമയം. ശ്വാസം, ഓക്സിജൻ എങ്ങനെയാണ് ഉള്ളിലോട്ട് പോകുന്നത്, ഉള്ളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് പുറത്തോട്ട് പോകുന്നത്, ആ ഒരു മൊത്തത്തിൽ, അല്ലെ, ഓക്സിജൻ ഹീമോഗ്ലോബിൻ കൂടി ചേരുന്നു, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഇത്ര ശതമാനം എന്ന് പറയുന്ന ആ ഒരു ടോട്ടൽ വാതക വിനിമയ ചാർട്ട് 60ാമത്തെ പേജിലുള്ള ടെക്സ്റ്റ് ബുക്കിൽ അത് നിർബന്ധമായിട്ട് പഠിക്കുക. അതുപോലെ സെല്ലുലാർ റെസ്പിറേഷൻ ഉണ്ടാവും, കോശ ശ്വസനം 2 ഘട്ടങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുന്നു, ATP കൂടുതൽ എവിടുന്നാണ് കിട്ടുന്നത് എന്നുള്ള ആ ഭാഗമില്ലാണ്, അത് നോക്കിയിട്ട് പോവുക. ആൻഡ് അനൈറോബിക് റെസ്പിറേഷൻ, ലാക്റ്റിക് ആസിഡ് എന്തുണ്ടാക്കുന്നു, ഈസ്റ്റ് എന്തുണ്ടാക്കുന്നു, കഴിഞ്ഞ പ്രാവശ്യം ചോദ്യം വന്നിട്ടുള്ള ഭാഗമാണ് നമ്മുടെ അനൈറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞത്. റെഡി. അടുത്ത എന്താ? യൂറിൻ ഫോർമേഷൻ, മൂത്രത്തിൻ്റെ ഉൽപ്പാദനമാണ്. മൂത്ര ഉൽപ്പാദനം 3 ഘട്ടങ്ങളുണ്ട്. ആദ്യം യൂറിയ ഉണ്ടാക്കുന്ന ഘട്ടമാണ്, പിന്നീട് അങ്ങനെ അൾട്രാ ഫിൽട്രേഷൻ, റീ അബ്സോർപ്ഷൻ, സെക്രീഷൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട 3 ഘട്ടങ്ങൾ. അതും നോക്കിയിട്ട് പോകണം കേട്ടോ. റെഡി. അടുത്ത എന്താണ്? ഹീമോ ഡയാലിസിസ് ആണ്. നമ്മുടെ കിഡ്നി വർക്കിംഗ് അല്ലെങ്കിൽ കിഡ്നിയുടെ പ്രവർത്തനമൊക്കെ തകരാറ് സംഭവിച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന മാർഗ്ഗമാണ് ഹീമോ ഡയാലിസിസ് നോക്കണം. ആൻഡ് എക്സ്ക്രീഷൻ ഇൻ അതർ ഓർഗാനിസം, മറ്റ് ജീവികളിൽ, അമീബകളിൽ, ഇൻസെക്റ്റുകളിൽ, അതുപോലെ തന്നെ തവളകളിൽ, ഇങ്ങനെ കുറച്ച് ജീവികളിലൊക്കെ എങ്ങനെയാണ് എക്സ്ക്രീഷൻ സംഭവിക്കുന്നത്, മനുഷ്യന്മാരെ പോലെ തന്നെയാണോ, അതിന് സഹായിക്കുന്ന അവരുടെ അവയവം ഏതാണ്, കിഡ്നിയാണോ, മാൽഫീജൻ ട്യൂബ്യൂളാണോ, കോൺട്രാക്റ്റൽ വാക്യൂളാണോ, അവരുടെ ഈ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് എന്താണ്, അത് മൂത്രമാണോ, യൂറിക് ആസിഡ് ആണോ, അമോണിയ ആണോ, അല്ലെ, ഇങ്ങനത്തെ വരുന്ന ഭാഗമാണ് അവസാനം നമുക്ക് പഠിക്കാനുണ്ടാവുക. അതും എൻ്റെ മക്കളൊന്ന് നോക്കിയിട്ട് പോവാം. സോ ഗൈസ്, അടുത്തത് 2ാമത്തെ പാർട്ട് കടക്കാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ബയോളജിയുടെ എക്സാം പ്രിപ്പറേഷൻ ഏതുവരെയായി നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എല്ലാം സെറ്റാണ്. ഇന്ന് രാത്രിക്കത്തെ ബയോളജി നമ്മുടെ പ്രഡിക്ഷൻ ലൈവ് കൂടി കണ്ടാൽ, ഷുവർ ക്വസ്റ്റ്യൻസ് കൂടി കണ്ടാൽ റെഡിയാണ് മാഷേ. അങ്ങനെ ആണെങ്കിൽ ഒരു പച്ച ഹാർട്ട് കമൻറ്റ് ചെയ്യുക, ഗ്രീൻ ഹാർട്ട് കമൻറ്റ് ചെയ്യുക, ഒരു ബറാബർ ഒരു ഹാഫ് ആൻഡ് ഹാഫ് ആണെങ്കിൽ ഒരു പിങ്ക് ഹാർട്ട് കമൻറ്റ് ചെയ്യുക, ഒരു തേങ്ങയായില്ല ആദ്യം 3G ആണെങ്കിൽ റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യുക. എങ്ങനെയാണെങ്കിലും നമ്മൾ സെറ്റ് ചെയ്യും കേട്ടോ. ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ എപ്പോഴത് കാണുന്നതെന്ന് അറിയില്ല, പക്ഷേ എക്സാം തലേ ദിവസം ഞായറാഴ്ച രാത്രി നമുക്ക് എന്തുണ്ട്, ലൈവ് ഉണ്ട്. ഫുള്ള് നമുക്ക് പ്രധാനപ്പെട്ട ഈ പറയപ്പെട്ട ഈ ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഇടുന്നത്. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പഠിക്കും. അങ്ങനെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് തിരിച്ചിട്ടോ ഇങ്ങോട്ട് മാറ്റിയിട്ടൊക്കെ എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ഉത്തരം കിട്ടും.
റെഡി അല്ലേടാ, സെറ്റ് അല്ലേടാ? നമുക്ക് നേരെ രണ്ടാമത്തെ പാഠത്തോട്ട് പോകാം. രണ്ടാമത്തെ പാഠത്തുനിന്നും ഒന്നാമത്തെ പാഠത്തുനിന്നും വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മളെ ഓണം എക്സാമിന് ഭാഗത്തുനിന്ന് ക്രിസ്മസ് എക്സാമിന് സാധാരണ പരീക്ഷ ചോദിക്കാറുള്ളൂ. സോ നമുക്ക് ലീസ്റ്റ് പ്രയോറിറ്റിയിൽ മാത്രം ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് നോക്കി പഠിച്ചിട്ട് പോയാൽ മതി കേട്ടോ. ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് മൂന്നാമത്തെയും നാലാമത്തെയും പാഠമാണ്. റെഡി മക്കളെ, ആദ്യം പറഞ്ഞ് ദഹനം പഠിക്കണം, ഡൈജഷൻ പഠിക്കണം കേട്ടോ. അതുപോലെ തന്നെ ടീത്ത്, പല്ലിൻ്റെ ഘടന അടയാളപ്പെടുത്താനോ അടയാളപ്പെടുത്തിയുള്ള ഭാഗങ്ങളുടെ ഫംഗ്ഷൻ ചോദിക്കാറുണ്ട്, ധർമ്മം ചോദിക്കാറുണ്ട്. അതൊന്ന് പഠിച്ചിട്ട് പോകണം. റെഡി. അടുത്ത എന്താ, അബ്സോർപ്ഷൻ, ദഹനം കഴിഞ്ഞിട്ട് അത് എങ്ങനെയാണ് ശരീരത്തിലോട്ട് സ്വീകരിക്കുന്നത്, ഏത് റൂട്ടിലൂടെ ആരൊക്കെ പോകുന്നു, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗലക്ടോസ് എങ്ങനെ, ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എങ്ങനെയെന്നുള്ള ഭാഗമുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ് നോക്കണേ. അടുത്ത എന്താണ്, ഹൃദയം, ഹാർട്ട് അല്ലേ, ഹാർട്ട് എങ്ങനെയാണ് നമ്മുടെ പ്രവർത്തിക്കുന്നത്, അതിൻ്റെ ഫംഗ്ഷൻ എങ്ങനെ, മിടിപ്പ് എങ്ങനെ, എത്ര അറകളുണ്ട്, പ്രഷർ എത്ര അല്ലെ, പൾസ് എത്ര, ആ ഒരു വർക്കിംഗ് ഓഫ് ഹാർട്ട് എന്ന് പറയുന്ന ടോട്ടൽ ഡയഗ്രാം, ആ ടോട്ടൽ ഭാഗം എൻ്റെ മക്കൾ പഠിച്ചിട്ട് പോവുക. ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഇൻ പ്ലാന്റ്സ്, സസ്യങ്ങളിലെ സംവഹനം, സസ്യങ്ങളിൽ എങ്ങനെയാണ് ഭക്ഷണം കൊണ്ടുപോകുന്നത്, വെള്ളം കൊണ്ടുവരുന്നത് പോലെയുള്ള കണ്ടക്ഷന്, കൺവെക്ഷന് പോലെയുള്ള നമ്മുടെ സൈലം ഫ്ലോ ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഇൻ പ്ലാന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, സാധാരണ ചോദിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദ്യം വന്നത് ഈ പാഠത്തിൻ്റെ ഈ ഭാഗത്തു നിന്നാണ് കേട്ടോ, ട്രാൻസ്പോർട്ടേഷൻ്റെ ഭാഗത്തു നിന്നാണ്. സോ നോക്കിയിട്ട് പോകാം. അടുത്ത ഒന്നാമത്തെ പാഠമാണ് ബയോമോളിക്യൂൾ നോക്കണം. ഓസ്മോസിൻ്റെ ഭാഗമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഡിഫ്യൂഷൻ, മാക്രോ ട്രാൻസ്പോർട്ട് ഒക്കെ നോക്കണം, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഓസ്മോസിസ് ആണ്. ആൻഡ് ഫോട്ടോസിന്തസിസ്, പ്രകാശാംശ്ലേഷണം, 2 ഘട്ടങ്ങൾ, ഇരുണ്ട ഘട്ടം, വെളിച്ചമുള്ള പ്രകാശഘട്ടമൊക്കെ നോക്കണം. ആൻഡ് അവസാനം മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെ കണ്ടൽ കാടുകളുടെ സേവനങ്ങൾ എന്ന് പറയുന്ന ഭാഗമുണ്ട്, അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ മക്കൾസ് എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. ഒരു കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുക, ഇതിന് മാത്രമേ ചോദ്യം വരും, നമ്മൾ വീരവാദം ഒന്നും മുഴക്കുന്നില്ല. പക്ഷേ ഈ ഭാഗത്ത് നിന്ന് എന്തായാലും ചോദ്യം വന്നിരിക്കും. വരികയാണെങ്കിൽ ഏകദേശം ഈ ഭാഗത്തു നിന്നൊക്കെ ആയിരിക്കും വരാൻ സാധ്യതയുള്ളത്. സോ ആരെങ്കിലും മക്കളെ ഇനിയും ബയോളജി എക്സാമിൽ ഇങ്ങനെ തപ്പി തടഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ ഫുൾ ചാപ്റ്റർ റിവിഷൻ നമ്മൾ ഓൾറെഡി ലൈവ് പോയിട്ടുണ്ട്. ആൻഡ് 99 അഥവാ 100-ലധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ 5 പാഠങ്ങളിലായിട്ട്. അതൊക്കെ ഒന്ന് കണ്ടാൽ മക്കളെ ബയോളജി കയ്യിൽ ഒതുങ്ങും. ബയോളജി കയ്യിൽ ഒതുങ്ങാത്ത വിഷയങ്ങളൊന്നുമില്ല, എല്ലാം സെറ്റാ. ഇനിയും സെറ്റാക്കണമെങ്കിൽ മക്കളെ ഇന്ന് രാത്രിയിൽ നമ്മുടെ ബയോളജി എക്സാമിൻ്റെ തലേ ദിവസം ഞായറാഴ്ച രാത്രി, നിങ്ങളെപ്പോൾ ഈ വീഡിയോ കാണുന്ന അറിയില്ല, അതുകൊണ്ടാട്ടോ. റെഡി, നമുക്ക് എന്ത് വരാനുണ്ട്, ലൈവ് വരാനുണ്ട്. ആ ലൈവിൽ പ്രൊഡിക്ഷൻ ചെയ്യുമ്പോൾ ഈ പറയപ്പെട്ട പ്രധാന ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്തുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഇടുക. ആ ക്വസ്റ്റ്യൻസ് തന്നെ മക്കൾ വളരെ വൃത്തിയായിട്ടൊന്ന് കണ്ട് ഉഷാറാക്കി പഠിക്കുക. ഇതോടുകൂടി ഇത്ര മതി, ഇത് മതി, എന്തെങ്കിലുമൊക്കെ മതിയല്ലോ അല്ലേ. സോ മക്കൾ ഉഷാറായിട്ട് പഠിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചാൽ മതി. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാം.